നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും റദ്ദാക്കി. എം.ആർ. അജിത് കുമാർ DGP ആകും. സ്ഥാനക്കയറ്റം നൽകാൻ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അനുമതി. ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്ഥാനക്കയറ്റമെന്ന് മന്ത്രി P. രാജീവ്. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ നിക്ഷേപിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രി മാലിന്യം കൊണ്ടുപോകുന്നത് 2 ഏജൻസികളെന്ന് മന്ത്രിയുടെ വിശദീകരണം. തിരുനെൽവേലിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് 18. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി AK ശശീന്ദ്രൻ. പകരം മന്ത്രിയില്ലെങ്കിൽ രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം മുഖ്യമന്ത്രിയെ ധിക്കരിക്കലാകുമെന്ന പുതിയ ന്യായം. കാത്തിരിപ്പ് നീളുന്നതിൽ നിരാശനായി തോമസ് കെ തോമസ്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് ഉടനെ കാണുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തെ ഇടപെടിപ്പിക്കാൻ ശ്രമിച്ചതിൽ CPM-ന് അതൃപ്തി. NCP പിളർപ്പിലേക്കെന്ന് സൂചന. M.M. ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകാം. പെൺമക്കളുടെ എതിർപ്പ് ഹൈക്കോടതി തള്ളി. മതാചാരപ്രകാരം സംസ്കരിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആശ ലോറൻസ്. MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ലെന്ന് കോഴിക്കോട് DDE. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമുണ്ടെന്നും DDEയുടെ വിശദീകരണം. അധ്യാപകർക്ക് പങ്കുള്ളതായി അറിവില്ല. വിശദമായ അന്വേഷണം വേണമെന്നും മൊഴി. പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് മാറ്റാൻ ഇന്ന് അവസാന ദിവസം. തദ്ദേശ സെക്രട്ടറിമാർക്കെതിരെ നടപടി വരാൻ സാധ്യത. സർക്കാർ നീക്കം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്രത്തെ വിമർശിച്ച് ഹൈക്കോടതി. 2016-17 കാലത്തെ എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോഴാണോ ഈടാക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. വയനാട് പുനരധിവാസത്തിന് സഹായം ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര നിലപാട് അത്ഭുതപ്പെടുത്തിയെന്ന് വിമർശനം. കേന്ദ്രത്തിന് കണക്ക് നൽകിയെന്ന് കേരളം. സഭാ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വൈദികർക്കെതിരെ നടപടി. ചുമതലകളിൽ നിന്ന് മാറ്റിയത് അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. മാപ്പാപ്പയുടെ ഉത്തരവ് ലംഘിച്ചതിൽ കൂടുതൽ നടപടിക്കായി സഭാ കോടതി രൂപീകരിക്കും. R. അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഗാബ ടെസ്റ്റിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്ററായുള്ള അവസാന ദിനമെന്ന പ്രഖ്യാപനം. 275 റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ ബാറ്റ് ചെയ്യവേ മഴ മത്സരം തടസ്സപ്പെടുത്തി. മത്സരം സമനിലയിൽ. ADGP M.R. അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാരിന്റെ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. M.R. അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതും DGP ആവും. സീനിയോറിറ്റി പട്ടികയിൽ മുന്നിലുള്ള സുരേഷ് രാജ് പുരോഹിത് ആദ്യം DGP റാങ്കിലെത്താനാണ് സാധ്യത. വളരെ വിവാദപരമായ തീരുമാനത്തിനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് അനുമതി ഉണ്ടായിരിക്കുന്നത്. വളരെ വിവാദമാവുകയാണ് ഈ യോഗ തീരുമാനം. BV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, M.R. അജിത് കുമാർ ഇടതുമുന്നണിയിലെ കക്ഷികൾക്ക് തന്നെ പൂർണ്ണ സമ്മതനായ ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു വ്യക്തിക്കാണ്, വിവാദത്തിൽപ്പെട്ട വ്യക്തിക്കാണ് DGP റാമ്പ് നൽകാനുള്ള തീരുമാനം. ഇതൊരു സ്വാഭാവിക നടപടി എന്നാണോ സർക്കാർ വിശദീകരിക്കുന്നത്?
ഇത് നേരത്തെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ CPIയുടെ എതിർപ്പ്, ഇതെല്ലാം കണക്കിലെടുത്താണ് MR അജിത്കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റുന്നത്. പക്ഷെ മാറ്റുമ്പോൾ തന്നെ വലിയ കാലതാമസം ഉണ്ടായി. പരമാവധി MR അജിത്കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമായിരുന്നു മുഖ്യമന്ത്രിക്കെന്ന വലിയ ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആൾ എന്ന നിലയ്ക്ക് നടന്ന PV അൻവർ തന്നെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന നില, MR അജിത്കുമാറിന്റെ വിഷയത്തിൽ മാത്രം അദ്ദേഹം തെറ്റി പുറത്തു പോകുന്ന സാഹചര്യം, CPI എടുത്ത നിലപാടുകൾ, ഇതിനെല്ലാം പിന്നാലെ MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പക്ഷെ അപ്പോഴും സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ ഒന്ന്. മാത്രമല്ല, ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ MR അജിത്കുമാറിന് DGP സ്ഥാനത്തേക്ക് കയറ്റം നൽകാം എന്ന ആ ശുപാർശ അംഗീകരിക്കുന്ന നിലയിലേക്കാണ് മന്ത്രിസഭാ യോഗം എത്തിയത്. അല്പസമയം മുൻപ് P. രാജീവ് മന്ത്രി, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് സ്വാഭാവികമായ നടപടിക്രമമാണ്, കാര്യങ്ങൾ പരിശോധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നു, അതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുന്നു. കേസുകൾ നേരിടുന്നു, അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്നു, CPIയുടെ വിമർശനം, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് മറ്റൊരു വിഷയമാണ് എന്ന് പറഞ്ഞ് മന്ത്രി ഒഴിയുകയായിരുന്നു. ഏതായിരുന്നാലും CPI ഉൾപ്പെടെ പാർട്ടികളുടെ നിലപാട് ഇനി നിർണായകമാണ്. സജിത്ത്, വിനോദ്, ഒരു കാര്യം കൂടി, ഇനി നിലവിൽ വരാൻ പോകുന്ന DGP ഒഴിവ് എന്നത് മനോജ് എബ്രഹാമിന്റെ ഒഴിവായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആ ഒഴിവ് എന്നാണ് നിലവിൽ വരിക? ഒപ്പം തന്നെ MR അജിത്കുമാറിനുള്ള പരിഗണന അത് എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം? എന്താണ് ഇനിയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥാനമാറ്റത്തിന്റെ സാധ്യത? സൈറ്റ് കേഡർ തസ്തികയിലും അല്ലാതെയുമാണ് സാധാരണ നിലയിൽ DGPമാരുടെ നിയമനം നടക്കുന്നത്. കേന്ദ്രത്തിന്റെ കേഡർ തസ്തികയിൽ 4 പേരാണ് സാധാരണ നിലയിൽ ഈ DGP റാങ്കിലേക്ക് വരുന്നത്. ഒരേ സമയം തന്നെ ഒരുപക്ഷെ 8 DGPമാർ വരെ സംസ്ഥാനത്തുണ്ടായിരുന്ന സാഹചര്യമുണ്ട്. അതിൽ സർക്കാരിന് താല്പര്യമുള്ള ആൾ സംസ്ഥാന പോലീസ് മേധാവി ആകുന്നതാണ് രീതി. പൊതുവിൽ സീനിയറായിട്ടുള്ള ആളുകൾ റിട്ടയർഡായി പോവുകയോ അല്ലെങ്കിൽ അവർ സ്ഥാനമൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ്, PRSO മറ്റോ എടുത്തു പോകുന്ന സാഹചര്യങ്ങളിലാണ് താഴെയുള്ള ആളുകൾക്ക് DGP സ്ഥാനം ലഭിക്കുന്നത്, സീനിയോറിറ്റി അനുസരിച്ച് അത്തരത്തിലുള്ള സ്ഥാനം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന സമയത്ത് സംസ്ഥാന സ്വന്തം നിലയ്ക്ക് DGP റാങ്കുകൾ നൽകാറുമുണ്ട്. ഏതായാലും DGP റാങ്കുകളിലേക്ക് വരാനുള്ളവരുടെ പട്ടികയിലാണ് മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ളവരുള്ളത്. അടുത്ത ഘട്ടത്തിൽ MR അജിത്കുമാർ കൂടി DGP റാങ്കിലേക്ക് വരുന്നു. സുരേഷ് പുരോഹിത് കൂടി അദ്ദേഹത്തോടൊപ്പമുണ്ട്. സുരേഷ് പുരോഹിതാണ് MR അജിത്കുമാറിനേക്കാൾ സീനിയോറിറ്റി ഉള്ള ഉദ്യോഗസ്ഥൻ. പക്ഷേ MR അജിത്കുമാറിന് DGP സ്ഥാനം നൽകാൻ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം ത്രിതല അന്വേഷണം നേരിടുന്നു, അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം നേരിടുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് അനുകൂലമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം FIR രജിസ്റ്റർ ചെയ്തില്ല. അവിടെയാണ് സർക്കാരിന്റെ നിലപാട് വിമർശന വിധേയമാകുന്നത്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോയില്ല? DGPയുടെ പ്രാഥമിക പരിശോധന കഴിഞ്ഞു, വീണ്ടും DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന്. അതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു അന്വേഷണങ്ങൾക്കും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. DGPയുടെ അന്വേഷണമുണ്ട്, ADGP ലോ ആൻഡ് ഓർഡറിന്റെ അന്വേഷണമുണ്ട്, ADGP വിജിലൻസിന്റെ അന്വേഷണമുണ്ട്, ADGP ഇന്റലിജൻസിന്റെ അന്വേഷണമുണ്ട്, വിജിലൻസ് മേധാവിയുടെ അന്വേഷണമുണ്ട്. ഈ തരത്തിൽ 4 അന്വേഷണങ്ങൾ നേരിടുന്നുണ്ട്. ഇതിൽ ഒരു അന്വേഷണം മാത്രമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന, ബാക്കിയെല്ലാം തന്നെ അജിത്കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അവിടെയാണ് ഇങ്ങനെ സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വിവാദത്തിലേക്ക് പോകാൻ സാധ്യത തെളിഞ്ഞു വരുന്നതും. വിനോദ്, ഒരു കാര്യം കൂടി, ഈ സർക്കാർ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെതിരെ പ്രയോഗിക്കാനുള്ള ഒരു വലിയ ആയുധമാണല്ലോ ഈ തീരുമാനത്തിലൂടെ ഉണ്ടാവുന്നത്. ഇതിനകം തന്നെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുന്നതിലൂടെ സംഘപരിവാറുമായി അല്ലെങ്കിൽ BJPയുമായുള്ള ഒത്തുകളി, അത്തരം ആക്ഷേപങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും നേരത്തെ തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം, തൃശൂർ പൂരം നടക്കുന്ന ദിവസം തന്നെ MR അജിത്കുമാർ സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹം അതിൽ ഇടപെട്ടില്ല. താരതമ്യേന ജൂനിയറായ അങ്കിത് അശോക് എന്ന കമ്മീഷണറെ അതിന് ചുമതലപ്പെടുത്തി. അവിടെ കാര്യങ്ങൾ വഷളാകുന്നു എന്ന വിവരം അറിയുമ്പോഴും അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന MR അജിത്കുമാർ ഇത് പൂർണ്ണമായും വഷളായ ശേഷം അവിടം വിട്ടു പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം തന്നെയാണ് പൊതുവിൽ സംശയത്തിന് ഇട നൽകിയതും ആ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇടവരുത്തിയതും. അദ്ദേഹം എന്തിന് അവിടെ ക്യാമ്പ് ചെയ്തു? എന്നിട്ടും ഈ കാര്യങ്ങൾ വഷളാകുമ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. അതിനു മുൻപാണ് അദ്ദേഹം റാം മാധവിനെ പോലുള്ള RSS നേതാക്കളുമായി
കൂടിക്കാഴ്ച നടത്തുന്നത് 2 RSS നേതാക്കളുമായി, തൃശ്ശൂരും തിരുവനന്തപുരത്തുമായി, ഹൊസബലയുമായും റാം മാധവുമായും അദ്ദേഹം അടുത്തടുത്ത ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ച എന്തിന് എന്ന് വ്യക്തമല്ല എന്ന കാര്യമാണ് DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള സർക്കാരിന്റെ തീരുമാനം, സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ വിവാദമാവുന്ന തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. വിനോദ്, ഒരു കാര്യം കൂടി, ഈ CPI അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രത്യേകിച്ച് ഈ പൂരം അലങ്കോലപ്പെട്ടത് ബോധപൂർവമാണ് എന്ന നിലപാട് CPI ആവർത്തിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സുനിൽകുമാറിൻ്റെ അടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ മൊഴിയിൽ പോലും അത് പ്രസക്തമാണ്. അത്തരത്തിൽ ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി വലിയ ആരോപണം ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുന്നു എന്നത് അത് സ്വാഭാവികമായും ഇടതു മുന്നണിയിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കില്ലേ? തീർച്ചയായും CPIയുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. കാരണം ഇതുവരെയുള്ള അവരുടെ ഒരു പ്രതികരണം ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തൃശ്ശൂരിൽ പാർട്ടിക്കുണ്ടായ തോൽവി, ഇതിനെല്ലാം തന്നെ കാരണമായത് അജിത് കുമാറിന്റെ നിലപാടുകൾ എന്ന കാര്യമാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായും CPI ഇതിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കാനുള്ള സാഹചര്യം അത് നിർണായകമാണ്. കാരണം ബിനോയ് വിശ്വമാണ് ഇതിൽ ഒരു തീരുമാനം. ആത്യന്തികമായി CPIയുടെ നിലപാട് പറയേണ്ടത് അദ്ദേഹമാണ്. പ്രകാശ് ബാബുവിന്റെ പരാമർശങ്ങളെ പോലും വിലക്കുന്ന ഒരു സമീപനം നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി വരുന്നത് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടാണ്. ഏത് സാഹചര്യത്തിലായ ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാകും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും DGP തസ്തികയിലേക്ക് അടുത്ത് വരുന്നത് സുരേഷ് പുരോഹിതും അതോടൊപ്പം തന്നെ MR അജിത് കുമാറുമാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ മനോജ് എബ്രഹാം എല്ലാം അതിന് താഴേക്ക് വരുന്ന ഉദ്യോഗസ്ഥരാണ്. ഒരുപക്ഷെ DGP റാങ്കിലേക്ക് എത്തിയാൽ കൂടുതൽ കാലം ആ പദവിയിൽ ഇരിക്കാൻ കഴിയുന്ന ആൾ മനോജ് എബ്രഹാം ആയിരിക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ ADGP ആണ്. അദ്ദേഹത്തിന് കൂടുതൽ കാലം ഒരുപക്ഷെ DGP പദവിയിൽ തുടരാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ മനോജ് എബ്രഹാം ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കുമ്പോൾ. ഏതായിരുന്നാലും ഇപ്പോഴുള്ള ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് 2 പേരെയാണ് DGP തസ്തികയിലേക്ക് ഉയർത്താനുള്ള തീരുമാനം. ഇതിൽ ഒരാളായി MR അജിത് കുമാർ വരുമ്പോൾ അത് വലിയ വിവാദം ഉണ്ടാക്കുന്ന തീരുമാനമായി മാറുകയാണ്. വളരെ വിവാദമാകുന്ന തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. MR അജിത് കുമാറിന്, ഏറെ ആരോപണം നേരിടുന്ന MR അജിത് കുമാറിന് DGP പദവി നൽകാനുള്ള തീരുമാനം ആണ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് താമസിയാതെ പദവി കിട്ടുമെന്നതാണ് സാഹചര്യം. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, മന്ത്രിമാറ്റ ചർച്ചകളിൽ തർക്കം രൂക്ഷമായതോടെ NCP പിളർപ്പിലേക്കെന്നതാണ് സൂചന. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ PC ചാക്കോ പക്ഷം നടത്തിയ അവസാന ശ്രമവും അനിശ്ചിതത്വത്തിലായി. മന്ത്രിസഭയിൽ NCP പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാടിലാണ് AK ശശീന്ദ്രൻ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയെന്നാണ് ഇടതുമുന്നണി കൺവീനറുടെ പ്രതികരണം. മന്ത്രിമാറ്റത്തെ ചൊല്ലി NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ശരത് പവാറിന്റെ സഹായത്തോടെ CPM കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്തി മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു തോമസ് കെ തോമസിന്റെ ശ്രമം. പക്ഷേ ഈ ശ്രമം ഫലം കണ്ടിട്ടില്ല. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് രാവിലെ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നില്ലെങ്കിൽ ഇടതു മന്ത്രിസഭയിൽ നിന്നും NCP മന്ത്രിയെ പിൻവലിപ്പിക്കാനാണ് PC ചാക്കോ വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ശശീന്ദ്രന്റെ നിലപാട്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ NCPക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങളെത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാക്കുമെന്ന പ്രതീക്ഷ തോമസ് കെ തോമസ് കൈവിട്ടിട്ടില്ല. വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മന്ത്രി മാറ്റത്തിന്റെ അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ പറയുന്നുണ്ട്. മന്ത്രി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. പവാർജി എന്നെ വിളിപ്പിച്ചത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ചാണ് കാണുന്നത്. ഉടനെ തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട. അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ.
കേന്ദ്ര നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിപ്പിക്കാനുള്ള NCPയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് CPM സംസ്ഥാന നേതൃത്വം. മന്ത്രിമാറ്റ ചർച്ചകൾ കേരളത്തിൽ തന്നെ നടക്കണമെന്ന നിലപാട് TP രാമകൃഷ്ണൻ പരസ്യമാക്കി. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതാണ് ഇതിന്റെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല, വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ NCPന്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്, NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. AK ശശീന്ദ്രന് നേട്ടമാകുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പമാണെന്ന തിരിച്ചറിവ് NCPയുടെ ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി തന്നെ വിടണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞതോടെ കാര്യങ്ങൾ പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടമ്പുഴയിൽ കാട്ടാന ഭീഷണി. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്നും എങ്ങനെ പെരുമാറണമെന്നും അറിയില്ലെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം മേഖലയിൽ ട്രഞ്ച് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കോതമംഗലം മേഖലയിൽ വനം വകുപ്പ് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മികച്ച രീതിയിൽ പെരുമാറുന്നു. എന്നാൽ വനം വകുപ്പ് അങ്ങനെയല്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തുന്നു. DFO വളരെ എതിർ മനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് അല്പം വിശ്വാസമുണ്ട്. ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവർ. കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അതേസമയം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 വർഷം മുമ്പ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ നീളമുള്ള ട്രഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉടനിത് പൂർത്തിയാക്കണമെന്നും പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നു. എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയും പിടിയുന്ന ഇത് എങ്ങനെയൊന്നും പണി തീർത്ത് വരണം. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. ട്രഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിക്കണം. അടിയന്തരമായി തന്നെ ഈ താച്ചേരി ഭാഗത്തും ഈ ട്രഞ്ചിന്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. താച്ചേരി ഭാഗത്ത് ട്രഞ്ചിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. അത് പിണർക്കുടി സൈഡിൽ ട്രഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണർക്കുടിയിൽ പണിയുന്നതോടൊപ്പം തന്നെ താച്ചേരി ഭാഗത്തും ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തും ഈ ട്രഞ്ചിന്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം. ഈ മാസം 27-നാണ് ജില്ലാ കളക്ടർ അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിലയിരുത്തൽ അന്നുണ്ടാകും. പദ്ധതികളിൽ പുരോഗതിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വന്യജീവി ആക്രമണ ഭീഷണിയിലാണ് തൃശൂരിലെ വനാതിർത്തി പങ്കിടുന്ന മേഖലകൾ. ഇന്ന് തൃശൂരിൽ 2 കാട്ടാനയും 1 കടുവയും ഇറങ്ങി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയായ വെറ്റിലപ്പാറ 14-ലും പാലപ്പിള്ളിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടോർച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നീങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓടില്ലാന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ച് ശരിയാക്കിയാനെ. ഡെയിലി വരാം. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്ക് അക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. പാലപ്പിള്ളിയിൽ പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാന മാത്രമല്ല പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. പാലപ്പിള്ളിയെ ഭീതിയിലാക്കി കടുവയിറങ്ങിയതും പരിഭ്രാന്തി കൂട്ടി. KFRAയ്ക്ക് സമീപം പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് 18 തൃശൂർ.
ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കേന്ദ്രം സമർപ്പിച്ച 132 കോടി രൂപ ബില്ലിൽ വയനാട് ദുരന്തത്തിന് ചെലവായത് 13 കോടി മാത്രമാണ്. 2016-2017 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ എന്തിനാണെന്ന് ചോദിച്ച കോടതി വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നു എന്നും പറഞ്ഞു. അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്ന ശേഷം തുക ആവശ്യപ്പെട്ടാൽ പോരെ എന്നും കോടതി ചോദിച്ചു. ബില്ലിൻ്റെ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെച്ചു. പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ കളിക്കുകയാണെന്നായിരുന്നു BJP ഇതിന് നൽകിയ മറുപടി. ഇന്നലെ രാജ്യസഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. BR അംബേദ്കറുടെ പേരുപയോഗിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അംബേദ്കർ 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 എന്ന് പറയുന്നത്ര ദൈവത്തിനെ വിളിച്ചാൽ സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കും എന്നായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. രാവിലെ തന്നെ പ്രതിപക്ഷ MP-മാർ അംബേദ്കറുടെ ഫോട്ടോയുമായി ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം. ജയ് ഭീം മുദ്രാവാക്യമുയർന്നു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത്. മനുസ്മൃതി പിന്തുടരുന്നവർക്ക് സ്വാഭാവികമായും അംബേദ്കറെ കൊണ്ട് വിഷമം തോന്നുമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ BJP ത്രിവർണ പതാകയെയും അശോകചക്രത്തെയും എതിർക്കുന്നുവെന്ന് വീണ്ടും തെളിയിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. അതേസമയം അമിത്ഷയെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യായീകരിച്ചു. അംബേദ്കറെ തെരഞ്ഞെടുക്കുന്നത് 2 തവണ കോൺഗ്രസ് തടഞ്ഞു. ബുദ്ധമിത വിശ്വാസിയായ അംബേദ്കറിന് നിയമമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 73 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധമതക്കാരനായ തന്നെ നിയമമന്ത്രിയാക്കിയത് മോദി സർക്കാരാണെന്നും കിരൺ റിജിജു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിൻ്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം റദ്ദാക്കി ആണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം നഗരസഭകളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് വാർഡ് പുനർവിഭജന തീരുമാനം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടാവുന്നത്. 2015 പുനർവിഭജനം നടത്തിയിടത്ത് വീണ്ടും വിഭജനം വരുന്നത് വലിയ തെറ്റ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. കോടതിയുടെ നിരീക്ഷണത്തിൽ വ്യക്തത ഉണ്ടാവേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലെയും വാർഡ് വിഭജന നടപടികൾ നിർത്തിവെക്കാനാണോ തീരുമാനമുണ്ടായിരിക്കുന്നത്? അതല്ല, ഈ സൂചിപ്പിച്ച 8 നഗരസഭകളിൽ മാത്രമായിരിക്കുമോ ഇത് ബാധകമാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വാർഡ് വിഭജനം സർക്കാരിൻ്റെ ആ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് നേരത്തെ തന്നെ ഇടവെച്ചതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച പരാതികൾ, ഈ ഹർജി പരിഗണിക്കവെയാണിപ്പോൾ ഈ ഡീലിമിറ്റേഷൻ തീരുമാനം അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഈ കോടതിയുടെ നിരീക്ഷണം 2015 ഒരു പുനർനിർണയം നടന്ന ഇടത്ത് വീണ്ടും വിഭജനം വരുന്നത് തെറ്റ് എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കോടതി വിധി സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ബാധിക്കുന്നതാണോ അതല്ല 8 നഗരസഭകളെ മാത്രം ബാധിക്കുന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു വ്യക്തത? സജിത്ത്, ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണയ നീക്കത്തിലാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കോടതി സമീപിച്ച മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും വാർഡ് വിഭജനമാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് മുനിസിപ്പൽ ആക്ട് ഭേദഗതിയിലൂടെ വാർഡ് വിഭജനം നടത്താനുള്ള നീക്കത്തിനെതിരെ കൊടുവള്ളി, ഫറൂഖ്, മുക്കം, വളാഞ്ചേരി, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, താരൂർ മുനിസിപ്പാലിറ്റികളുടെയും ചില പഞ്ചായത്തുകളുടെയും കൗൺസിലർമാരും അംഗങ്ങളുമാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. പുതിയ സെൻസസ് നിലവിലില്ലാതെ പഴയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് പുനർവിഭജനത്തിനുള്ള നീക്കം
സെൻസസ് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും കേരള മുനിസിപ്പൽ ആക്ടിലെ വകുപ്പിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഹർജി നൽകിയത്. നിലവിലുള്ള 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് 2015 വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. പുതിയ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2019 ഡിസംബർ 31 ശേഷം വാർഡ് പുനർവിഭജനം സാധ്യമല്ലെന്ന് ഈ ഹർജിയിൽ ഈ കൗൺസിലർമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ 8 നഗരസഭകളിലെ ഒരു പഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം 2015 തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനം നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. സജിത്ത, യെസ്, അതാണ് തീരുമാനം. എന്തായാലും ഹൈക്കോടതി തീരുമാനം സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാണ്. സർക്കാർ കേന്ദ്രങ്ങളുടെ അടക്കം പ്രതികരണം നമുക്ക് വരുന്ന മിനിറ്റുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു. എം എസ് സൊല്യൂഷൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കാണ് ചോദ്യങ്ങൾ നൽകിയത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ കുട്ടികളിൽ നിന്ന് ചാരിറ്റി എന്ന പേരിൽ പണപ്പിരിവ് നടത്തി. 40-ൽ 32 മാർക്ക് MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്തതാണെന്ന് KSU ആരോപിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ വിവാദത്തിൽ സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടായതാണ്, വീണ്ടും ചോരുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ പിഴവ്. എത്ര കണ്ട് വസ്തുതാപരമാണ് ഈ ആക്ഷേപം? സജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ +1-ന്റെയും 10ാം ക്ലാസിന്റെയും പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഏതാണ്ട് അതേപടി തന്നെ 80%-ലധികം ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിവാദം പോകുന്നതിന് തൊട്ടു പിന്നാലെ MS സൊല്യൂഷൻസ് യൂട്യൂബ് സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു. തൽക്കാലം ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യില്ല എന്ന് അറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഇന്നലെ വീണ്ടും രാത്രി MS സൊല്യൂഷൻസിൽ കെമിസ്ട്രി ചോദ്യപേപ്പറിന്റെ പ്രഡിക്ഷൻ, അതായത് ഈ വീണ്ടും ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ എത്തുകയും ചെയ്തു. ആ വിലയിരുത്തലിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യപേപ്പർ വന്നിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ചോദ്യപേപ്പറിലാണ് ഇത്തരം 10ാം ക്ലാസിന്റെ കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 40 മാർക്കാണ് ആകെയുള്ളത്. അതിൽ 32 മാർക്കും ഈ MS സൊല്യൂഷൻസിൽ നൽകിയ ചോദ്യങ്ങളിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. യൂട്യൂബ് ചാനലിൽ നേരിട്ട് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ പറയുകയും വിശദമായ കൃത്യതയുള്ള ചോദ്യങ്ങൾക്കായി വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിനായി കുട്ടികളെ പ്രേരിപ്പിക്കുകയുമാണ്. ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിന് 1500 രൂപ വെച്ചാണ് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത്. അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നാണ് ആ വെബ്സൈറ്റിൽ പറയുകയും ഈ ചാനലിന്റെ ഉടമയായ ഷുഹൈബ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി ചോദ്യങ്ങൾ നൽകുന്ന ഒരു രീതിയാണുള്ളത്. അത്തരത്തിൽ നൽകിയ ചോദ്യപേപ്പറിലാണ് 40-ൽ 32 മാർക്കും ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച ഭാഗികമായി സമ്മതിച്ച MS സൊല്യൂഷൻസ് തങ്ങൾ ഇത്തരത്തിൽ ചോർത്തുന്നില്ല എന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഇന്നലെ മുതൽ സംപ്രേഷണം ആരംഭിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 10ാം ക്ലാസും 11ാം ക്ലാസ്സിലും അപ്പുറം 8-9 ക്ലാസ്സുകളിലെ പുതിയ 2 വാട്സാപ്പ് ചാനലുകൾ ആരംഭിക്കുന്നു എന്ന് ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീണ്ടും ചോദ്യപേപ്പർ നൽകിയിരിക്കുകയും അതിൽ പരീക്ഷയിൽ വന്നതിൽ 40-ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും ഈ ചോർത്തി ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സരിത, യെസ്, ചോദ്യം പേപ്പർ വീണ്ടും ചോർന്നു, വിവാദം അവസാനിക്കുന്നില്ല, അതാണ് സാഹചര്യം. എന്തായാലും വീണ്ടും ആക്ഷേപം ഉയരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരായി ചോദ്യപേപ്പർ ചോർന്നു എന്ന ആക്ഷേപമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ കൂട്ട നടപടി. 4 വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് 4 പേരെയും ചുമതലകളിൽ നിന്നും നീക്കിയത്. നടപടി അംഗീകരിക്കുന്നില്ല എന്നതാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഫാദർ വർഗീസ് മണവാളനെ എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കി നേരത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഉത്തരവിറക്കിയതാണ്. പകരം ഫാദർ തരിയൻ ഞാളിയത്തിന് ചുമതല നൽകിയെങ്കിലും വിമത വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം വർഗീസ് മണവാളൻ തൽസ്ഥാനത്ത് തുടർന്നു. ഇതോടെയാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഒഴിയണമെന്നും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിരുന്നത്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടിയുണ്ട്.
നേരത്തെ ഇവരെ ഈ 3 ഇടവകകളിൽ നിന്നും മാറ്റി പകരം ഫാദർ തരീൻ ഞാളിയത്ത, ഫാദർ സക്രിയാസ് പറനിലം, ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര, ജോർജ് മുഞ്ഞേളി എന്നിവരെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചിരുന്നു. സഭാ നിർദ്ദേശപ്രകാരം ചുമതല ഏറ്റെടുക്കാനെത്തിയ 3 അഡ്മിനിസ്ട്രേറ്റർമാരെയും തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ജോഷി വേഴപ്പറമ്പിൽ, തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരായ നടപടി. ഈ നിർദ്ദേശം ലംഘിച്ചാൽ കാനോൻ നിയമപ്രകാരം വൈദിക പദവിയിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അവർക്ക് പകരമായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചെങ്കിലും അഡ്മിനിസ്ട്രേറ്ററെ അവിടെ പ്രവേശിപ്പിക്കുന്നതിൽ അവർ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത് ഗൗരവമായ കുറ്റമായിട്ട് കാണുന്നു. അതേസമയം 4 വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഭീഷണിയും ശിക്ഷാ നടപടിയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആ സത്യവും നീതിയും കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ അതിന് നൽകേണ്ട ഉത്തരങ്ങൾ നൽകാതെ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു പള്ളിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെങ്കിൽ കൃത്യമായിട്ട് കാനൻ ലോ ചില വകുപ്പുകൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ പള്ളികളിൽ ഇല്ല. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതിനു മുന്നോടിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ ഉടൻ രൂപീകരിക്കും. ന്യൂസ് 18 കൊച്ചി. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ 12 മണിവരെ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ 45,000-ഓളം ഭക്തർ ദർശനം നടത്തി. എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തർക്ക് പ്രത്യേക ദർശനം നൽകുന്ന സംവിധാനം ഇന്നു മുതൽ നിലവിൽ വന്നു. സന്നിധാനം ADM ഡോക്ടർ അരുൺ എസ് നായർ മുക്കുഴിയിൽ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പമ്പയിൽ നിന്നെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ വാവർ നടവഴി പാസ് കാണിച്ച് 18ാം പടി കയറാം. ഇന്നലെ 88,561 ഭക്തരാണ് ദർശനം നടത്തിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ന്യൂസ് 18 കേരളം സീനിയർ ആങ്കർ ഭവ്യ പാർവതിക്ക് JK പിള്ള ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാരം. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരമാണ് ഭവ്യ പാർവതിക്ക് ലഭിച്ചത്. വർക്കല മേവ കൺവെൻഷൻ സെന്ററിൽ ഡിസംബർ 24-ന് പുരസ്കാരം സമ്മാനിക്കും. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,135, പവന് 57,080. 18 ക്യാരറ്റ് ഗ്രാമിന് 5,890, പവന് 47,120. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം.